ക്യാമ്പ് ലേക്ക് അബ്ബയിലെ അടുത്ത പ്രഭാതം. ഈ കൂടാരങ്ങളിലൊന്നിലാണ് ഇന്നലെ ഞാൻ അന്തിയുറങ്ങിയത്. അഫാർ ഗോത്രത്തിന്റെ കുടിലുകൾ പോലെ തന്നെയാണ് ഇവയുടെ നിർമ്മാണം. ഓരോ കുടിലിലും രാത്രിയിൽ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഇതിനകത്ത് ആരുമില്ല. എല്ലാവരും മരുഭൂമിയിലെ സൂര്യോദയം കാണാൻ പോയിരിക്കുകയാണ്. ഞങ്ങളും റെഡിയായി ഇറങ്ങി. എന്റെ സംഘത്തിലുള്ളവർ വാഹനത്തിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ ചെന്നു കയറി. ഞങ്ങൾ സൺറൈസ് പോയിന്റിലേക്ക് പോവുകയാണ്. കുന്നിന്റെ താഴ്വാരത്തേക്കാണ് എത്തേണ്ടത്. സുരേഷ് തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ലേക്ക് അബ്ബെ എന്ന വിശാലമായ ഉപ്പുതടാകത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടമെല്ലാം. ഭൂവൽക്ക പാളികളുടെ അകന്നുമാറലും അതിഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമെല്ലാം ലേക്ക് അബ്ബെ എന്ന വിശാല പ്രദേശത്തിന്റെ ഇന്നത്തെ രീതിയിലുള്ള രൂപപ്പെടലിന് കാരണമായിട്ടുണ്ട്. ധാരാളം ലൈംസ്റ്റോൺ ചിമ്മിനികൾ ഉയർന്നു നിൽക്കുന്നു. 50 മീറ്റർ വരെ ഉയരമുള്ള ചിമ്മിനികൾ ഇവിടെയുണ്ട്. ഞങ്ങളാരും കുളിച്ചിട്ടും ഒരുങ്ങിയിട്ടുമൊന്നുമില്ല. ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ട് വേണം ഇനി അതൊക്കെ ചെയ്യാൻ. പല രൂപത്തിൽ പല വലിപ്പത്തിൽ ചിമ്മിനികൾ എല്ലായിടത്തുമുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ഹെക്ടർ വരുന്ന പ്രദേശത്ത് ഇതുതന്നെയാണ് കാഴ്ച. ഒറ്റനോട്ടത്തിൽ മൺകൂനയാണെന്ന് തോന്നും. സ്റ്റോൺ ഫോർമേഷനുകൾ തന്നെയാണ് ഓരോ ചിമ്മിനിയും. കുറച്ചു മുന്നിലായി ഏതാനും വാഹനങ്ങൾ കിടപ്പുണ്ട്. ക്യാമ്പിലെ മറ്റു കൂടാരങ്ങളിൽ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകൾ എത്തിയതാണ്. ഇവിടെ വാഹനം ഓടുന്നതിനുള്ള കൃത്യമായ ട്രാക്കുകളുണ്ട്. അതുകൊണ്ടാണ് മമാക്കി ആ ട്രാക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കുന്നത്. കിഴക്കോട്ട് നോക്കി. സൂര്യൻ ഉദിച്ചിട്ടില്ല. സുരേഷും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ജോസിയും ബിനോയിയും പിന്നെ മമാക്കിയും ഇദ്രീസുമെല്ലാം നല്ല കാഴ്ച കിട്ടുന്നിടത്തേക്ക് നടന്നു. മമാക്കിയാണ് ഒരു പുതപ്പും ചുറ്റി ഈ നടക്കുന്നത്. മമാക്കി എവിടെയും ഇങ്ങനെ നിർവികാരനായാണ് നടക്കുക. മമാക്കി ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഗോത്രവർഗക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളിലൊന്നും വലിയ താല്പര്യവുമില്ല. ഗ്രാമത്തിലെ കുട്ടികൾ കൗതുക വസ്തുക്കൾ വിൽക്കാനായി നടക്കുന്നു. ഇവിടെ ചെറിയൊരു ചിമ്മിനിയുടെ ചെരിവുണ്ട്. അതിനു മുകളിലേക്ക് കയറിയാൽ ഉദയം വ്യക്തമായി കാണാമെന്ന് പറഞ്ഞ് ഇദ്രിസ് മുൻപേ കയറി. ഞങ്ങൾ ചിമ്മിനിയുടെ ഒരു പകുതി ഭാഗത്ത് കയറി ഇരിപ്പുറപ്പിച്ചു. സൂര്യൻ ഉദിച്ചുയരുന്നതും കാത്ത് കിഴക്കോട്ടു നോക്കി ഇരിപ്പായി. ഇദ്രിസും ജോസിയും സുരേഷുമൊക്കെ വീണ്ടും മുകളിലേക്കു കയറി. ഞങ്ങൾ നോക്കിയിരിക്കെ ചക്രവാളം ഒന്ന് ചുവന്നു തുടുത്തു. അങ്ങകലെ ചിലയിടങ്ങളിൽ നിന്ന് പുകയുയരുന്നത് കാണാം. നീരാവിയാണത്. ചൂടു നീരുറവകളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന നീരാവി. അത് കണ്ടു നടക്കുന്നു ടൂറിസ്റ്റുകൾ. ഇവിടെയെല്ലാം നിരവധി ചൂടു നീരുറവകളുണ്ട്. അതിലൂടെ തിളച്ച വെള്ളം ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ ഭൗമ പ്രതിഭാസങ്ങളുടെ വിശാലമായ ഒരു കളിയരങ്ങാണിത്. പ്രകൃതിയുടെ നാടകശാലയെന്നു തന്നെ വിശേഷിപ്പിക്കാം. ഓരോ വർഷവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടിവിടെ. ഞങ്ങൾ അങ്ങനെ കാത്തുനിന്നു. അപ്പോഴേക്കും കിഴക്കേ ചക്രവാളത്തിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കണ്ടു തുടങ്ങി. മരുഭൂമിയിൽ മറ്റൊരു പകലിന് തുടക്കമിട്ട് ആദിത്യൻ ആഗതനാവുകയാണ്. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ ആളുകളെത്തുന്നത്. ഉദയം മാത്രമല്ല, അസ്തമനവും ഇവിടുത്തെ കാഴ്ചയാണ്. പക്ഷേ അസ്തമനമാകുമ്പോൾ പൊടിക്കാറ്റ് ഉയരുമെന്നതിനാൽ കൂടുതൽ സുന്ദരം ഉദയക്കാഴ്ചയായിരിക്കും. ചുവന്ന പ്രകാശം മരുഭൂമിയിലും ചിമ്മിനികളിലുമെല്ലാം പരന്നു കഴിഞ്ഞു. നിലത്ത് ഉപ്പിന്റെ ഒരു പാളിയാണ് കാണുന്നത്. ഭൂമിക്കടിയിൽ നിന്നും പനച്ചു പൊങ്ങുന്ന ജലം വെയിലിൽ വറ്റുമ്പോഴാണ് ഈ ഉപ്പുപാളി രൂപപ്പെടുന്നത്. ചില സമയത്ത് ലേക്ക് അബ്ബയിലെ ഉപ്പുജലം ഇവിടേക്ക് പടരാറുമുണ്ട്. അപ്പോൾ ഒരടി വരെ ഉയരത്തിൽ ഇവിടെ വെള്ളമുണ്ടാകും. വെള്ളമുള്ളപ്പോൾ വാഹനം ഓടിയതുകൊണ്ടാണ് ഈ ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ചൂട് നീരുറവുകൾക്കരികിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്.
നൂറുകണക്കിന് ചൂട് നീരുറവകളുണ്ട് ഇവിടെ. ഇതാണ് അതിലൊന്ന്. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് ആവി പൊങ്ങിപ്പടരുന്നു. വെള്ളമാകട്ടെ ഭൂമിക്കടിയിൽ നിന്ന് കുമിളകുത്തി പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. തിളയ്ക്കുന്ന വെള്ളമാണ് ഈ ഒഴുകുന്നത്. അഗ്നിപർവ്വത സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന തരം ചൂട് നീരുറവകൾ തന്നെ. ഇവിടെ ഭൂമിക്കടിയിൽ ഇങ്ങനെ വെള്ളം തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം ചില വെന്റുകളിലൂടെ അത് പുറത്തേക്ക് വമിക്കുകയാണെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 90 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിന്റെ താപനില. ലേക്ക് അബ്ബെ ജിയോ തെർമൽ ഫീൽഡ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ജിബൂട്ടി എന്ന രാജ്യം തന്നെ വലിയൊരു ജിയോ തെർമൽ പ്രദേശമാണ്. 13 വ്യത്യസ്ത ജിയോ തെർമൽ ഫീൽഡുകൾ ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഇടമാണ് ലേക്ക് അബ്ബെ. ഇവിടുത്തെ ചൂട് നീരുറവകളിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാനാവുമോ എന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഭൗമാന്തർ ഭാഗത്തെ അസാധാരണ പ്രവർത്തനങ്ങൾ മൂലം വിവിധങ്ങളായ പ്രതിഭാസങ്ങൾ കണ്ടുവരുന്ന ഇടമാണിത്. ഞങ്ങൾ മറ്റൊരു ഹോട്ട് സ്പ്രിങ്ങിന്റെ സമീപത്തേക്കെത്തി. കൗതുക വസ്തുക്കൾ വിൽക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണ്. തിളയ്ക്കുന്ന ജലം ധാരാളമായി പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ മമാക്കി ഒരു മാജിക് കാണിച്ചു തന്നു. ചൂട് നീരുറവയിൽ നിന്നും ഉയരുന്ന നീരാവിയിലേക്ക് സിഗരറ്റിന്റെ പുക ഊതിവിടുമ്പോൾ വെള്ളത്തിൽ നിന്നും പുക കട്ടയായി ഉയരാൻ തുടങ്ങുന്നു. ആ പ്രദേശമാകെ മറഞ്ഞുപോകും വിധമുള്ള പുകപടലം. അതൊരു അത്ഭുതം തന്നെയാണ്. മമാക്കിക്ക് ഇപ്പോഴാണ് ഞങ്ങളെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ കഴിഞ്ഞത്. ഇതുവരെ ഇദ്രിസായിരുന്നു ഷോ മാനേജ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ വെച്ച് മമാക്കി അത് കൈയടക്കി. കണ്ടുനിന്നവരെല്ലാം കൈയടിച്ചു. അതോടെ മമാക്കിക്ക് വലിയ ആവേശമായി. ഹോട്ട് സ്പ്രിങ്ങിന് ചുറ്റും മാറി മാറിയിരുന്നുള്ള ഊത്തായി അടുത്ത പരിപാടി. കത്തിച്ച സിഗരറ്റ് മുന്നിൽ പിടിച്ച് അതിലൂടെ ഊതുമ്പോഴാണ് കട്ടിയുള്ള പുക ഉയരുന്നത്. നിരവധി ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് ഈ പ്രദേശമാകെ. രാസപദാർത്ഥങ്ങൾ കലർന്ന തിളച്ച ജലം പുറത്തേക്ക് പ്രവഹിച്ചിരുന്നിടമാണ് പിന്നീട് ലൈംസ്റ്റോൺ ചിമ്മിനികളായി രൂപപ്പെട്ടത്. പല സംഘങ്ങൾ, പല ഗൈഡുകൾ. പുലർക്കാല വെയിലിലൂടെ ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. കുറേ ദൂരം നടക്കാനുണ്ട്. മമാക്കിയാണ് അങ്ങ് ദൂരെ മുന്നിൽ നടക്കുന്നത്. ഏതോ ഒരു അന്യഗ്രഹത്തിലൂടെ എന്നോണം ഭൂമിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ നടന്നു. ഈ നാടിന്റെ ഊർജ്ജസ്രോതസ്സാണ് ഞങ്ങൾ നടക്കുന്ന മണ്ണിനടിയിലുള്ളത്. അബ്ബെ തടാകത്തിനടുത്തേക്കാണ് മമാക്കി ഞങ്ങളെ നയിക്കുന്നത്. പലയിടത്തുമുണ്ട് ചൂട് നീരുറവകൾ. മരക്കമ്പുകൾ കുത്തി അതിന് അടയാളം വച്ചിരിക്കുന്നു. വെള്ളം തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൊത്ത്. ജിയോതെർമൽ ഫീൽഡ് എന്നാൽ ഇതാണ്. ഭൗമാന്തർ ഭാഗത്തെ തീവ്രതാപം രൂപപ്പെടുത്തുന്ന അപൂർവ പ്രതിഭാസങ്ങൾ അവിടെ ഇങ്ങനെ അടുത്തടുത്തായി കാണാം. ജിബൂട്ടി ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ ഇവിടം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി വളർന്നിരുന്നു. എങ്കിലും സാഹസികരായ സഞ്ചാരികൾ മാത്രമായിരുന്നു അന്നിവിടേക്ക് വന്നിരുന്നത്. ഇന്നത്തേതുപോലെ ടൂറിസ്റ്റ് ക്യാമ്പുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ജിബൂട്ടിയിൽ നിന്നും അഡിസബാബയിൽ നിന്നും ദിവസങ്ങളോളം യാത്ര ചെയ്ത് ലേക്ക് അബ്ബയിലെത്തുന്നവർ ഈ പരിസരത്ത് കൂടാരമടിച്ച് താമസിക്കുന്നതായിരുന്നു പതിവ്. ജിബൂട്ടിക്കുള്ള ഏറ്റവും പ്രമുഖവും വ്യത്യസ്തവുമായ ടൂറിസം സെന്ററും ഇതുതന്നെയാണ്. ഞങ്ങൾ നടന്ന് ഒരു പുൽമേട്ടിനടുത്തേക്കെത്തി. ശുദ്ധജല സാന്നിധ്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ടാവാം ഈ വിധം പുല്ലു വളരുന്നത്. ഇതിനപ്പുറത്തേക്ക് അധികം പോകാൻ സഞ്ചാരികളെ അനുവദിക്കില്ല. ചതുപ്പാണവിടെ. ആ ചതുപ്പിലൂടെ നടന്നാൽ അപ്രതീക്ഷിതമായി താഴോട്ട് പോയേക്കാം. അങ്ങകലെ ഒരു നീലരാശി കാണാം. അതാണ് ലേക്ക് അബ്ബെ. അവിടെ സാധാരണമായി ഫ്ലെമിംഗോ കൂട്ടങ്ങളെ കാണാറുള്ളതാണത്രേ. എന്നാൽ ഇന്നവയെ കാണാനില്ല. വലിയൊരു തടാകമാണ് അബ്ബെ. 34,000 ഹെക്ടറാണ് അതിന്റെ വിസ്തൃതി. ചുറ്റുപാടും വിസ്തൃതമായ ഉപ്പുതടങ്ങൾ സൃഷ്ടിച്ച് ഓരോ വർഷം ചെല്ലുംതോറും
തടാകം ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. തടാക തീരത്തുനിന്നും തുടങ്ങുന്ന പുൽമേട് അവസാനിക്കുന്നത് ഇവിടെയാണ്. പുല്ല് തീരുന്നതോടെ നേരത്തെ കണ്ടതുപോലുള്ള വരണ്ട ഭൂമിയാണ്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇദ്രിസ് ഞങ്ങളെയും നയിച്ചുകൊണ്ട് പുൽമേട്ടിലൂടെ നടക്കാവുന്നത്രയും വരെ പോയി. ഇതിലൂടെ നടക്കുമ്പോൾ ഭൂമി അനങ്ങുന്നതായി അനുഭവപ്പെടും. ചാടുമ്പോൾ ഒരു വലിയ ഭാഗമൊന്നാകെ വിറയ്ക്കുന്നുണ്ട്. വെള്ളത്തിനുമേൽ ഒരു പാളി പോലെ കിടക്കുന്ന ഭാഗമാണിത്. ഇദ്രിസ് അവിടെ നിന്നും ഉപ്പുതരികളും മറ്റും കൊണ്ടുവന്ന് കാണിക്കുന്നു. ഈ ചതുപ്പിൽ കാട്ടുപന്നി, ഒരുതരം മാൻ എന്നിവയാണ് പ്രധാനമായുള്ളത്. ഫ്ലെമിംഗോ, പെളിക്കൻ, ഈജിപ്ഷ്യൻ ഗൂസ് തുടങ്ങിയ പക്ഷികളുടെയും വലിയൊരു ആവാസ കേന്ദ്രമാണ് ലേക്ക് അബ്ബെ പരിസരം. 70 മുതൽ 80 കിലോ വരെ ഭാരം ഇവിടെ ഭൂമിയുടെ പ്രതലം താങ്ങുമെന്നും അതിനപ്പുറമായാൽ ചിലപ്പോൾ ഇടിഞ്ഞു താഴേക്ക് പോയേക്കാമെന്നുമാണ് ഇദ്രിസ് പറയുന്നത്. ഈ പോലീസുകാരനെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒരു യഥാർത്ഥ ടൂർ ഗൈഡായി മാറിയിരിക്കുന്നു ഇദ്രിസ്. ആൾ വിശ്വസ്തനാണ്. ഏതുവഴി നടക്കണം, ഏതുവഴി നടക്കരുത് എന്നൊക്കെ പറഞ്ഞു തരും. ഇവിടെ ചിലയിടത്ത് കമ്പുകൊണ്ട് കുത്തിയാൽ അടിയിലെ വെള്ളത്തിലേക്ക് ആ കമ്പെത്തും. ഇദ്രിസിന് എന്റെ ഷൂട്ടിംഗ് രീതിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ ആവശ്യമെന്തെന്ന് നന്നായി അറിയും മട്ടിലാണ് ഇപ്പോൾ പെരുമാറ്റം. എന്നാൽ മമാക്കി അങ്ങനെയല്ല. മരുഭൂമിയിലെ തനി ഗോത്രവർഗക്കാരനാണ്. ഒരൊറ്റയാനായി അയാൾ അങ്ങനെ പോകും. മണ്ണിനുമേലുള്ള ഉപ്പിന്റെ ഒരു പാളിയാണിത്. ഇദ്രിസ് അത് വാരിയെടുത്ത് എന്നെ കാണിച്ചു. എത്യോപ്യയിലെ പ്രധാന നദിയായ അവാഷ് ആണ് ലേക്ക് അബ്ബെയുടെ പ്രധാന ജലസ്രോതസ്. നദീജലം എത്യോപ്യ കൃഷി ആവശ്യത്തിനായി വഴിതിരിച്ചു വിട്ടതാണ് തടാകം ശോഷിക്കാൻ ഒരു കാരണം. ഇവിടെ കുറച്ചു കുട്ടികൾ ആഭരണങ്ങളും കൗതുക വസ്തുക്കളും വിൽക്കാനിരിക്കുന്നുണ്ട്. മാനിന്റെ കൊമ്പും മുള്ളൻ പന്നിയുടെ മുള്ളും മുത്തുമാലകളുമുണ്ട്. മരുഭൂമിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് മാൻകൊമ്പും മുള്ളൻ പന്നി മുള്ളും. ഞങ്ങൾ വാഹനത്തിൽ കയറി യാത്ര തുടർന്നു. നേരം 8 മണിയായിരിക്കുന്നു. എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. ചിലർക്കാണെങ്കിൽ പ്രകൃതിയുടെ വിളി കലശലായിട്ടുമുണ്ട്. എത്രയും വേഗം ക്യാമ്പിലെത്തണം. ഒരു അന്യഗ്രഹത്തിലൂടെയുള്ള വാഹനയാത്രയാണിതെന്ന് തോന്നും. സായിപ്പുമാരുടെ വാഹനങ്ങളൊക്കെ ക്യാമ്പിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ചിതൽപുറ്റുകൾ പോലെ അങ്ങങ്ങ് ഉയർന്നു നിൽക്കുന്ന ലൈംസ്റ്റോൺ ചിമ്മിനികൾ, ചെറുതും വലുതുമായി നിരവധി എണ്ണം. ഒരു അന്യഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഭൂമിയിൽ അധികമൊന്നുമില്ല ഇത്തരമൊരു പ്രകൃതി. ആഫ്രിക്കൻ ഭൂഖണ്ഡം ലോകത്തിനു മുന്നിൽ വയ്ക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ലേക്ക് അബ്ബെയുടെ തീരത്ത് കാണുന്നത്. വാഹനങ്ങൾക്ക് പോകാനുള്ള ചാലിലൂടെ സുരേഷ് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. ലൈംസ്റ്റോൺ ചിമ്മിനികൾക്കുമേൽ പ്രകാശവും നിഴലും ചേരുന്ന കാഴ്ച രസകരമാണ്. പലതവണ ഇവിടെ വന്നിട്ടുണ്ട് സുരേഷും കൂട്ടുകാരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രീതികൾ സുപരിചിതവുമാണ്. ഈ പ്രകൃതിയെക്കുറിച്ച് വിശദമായി പഠിക്കാനൊന്നും മലയാളികൾ മെനക്കെടാറില്ല. അതൊക്കെ ഉല്ലാസയാത്ര മാത്രമായിരുന്നല്ലോ. വെയിൽ തെളിഞ്ഞതോടെ കഴുതക്കൂട്ടവുമായി ഗ്രാമീണർ ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. അകലെയുള്ള ഏതോ ശുദ്ധജല സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കാനുള്ള പോക്കാണ്. ഈ മരുഭൂമിയിലെ ഗോത്രജീവിതം ഇങ്ങനെയൊക്കെയാണ്. കഴുതപ്പുറത്തുള്ള മഞ്ഞക്കന്നാസ് ആഫ്രിക്കയുടെ മുഖമുദ്രയാണെന്ന് പറയാം. ഭക്ഷ്യെണ്ണ കൊണ്ടുവരുന്ന കന്നാസാണത്. മിക്ക ഗോത്രവീടുകളിലും വെള്ളമെത്തിക്കുന്നതും വെള്ളം സൂക്ഷിക്കുന്നതും അത്തരം കന്നാസുകളിലാണ്. തീർത്തും ദരിദ്രമാണ് ഇവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിലെ ഗോത്രജീവിതം. തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം. ബഹുഭാര്യാത്വം ഗ്രാമങ്ങളിൽ പതിവാണ്.
ഒരു പുരുഷന് 2-3 ഭാര്യമാരുണ്ടാവും, 10-ലേറെ കുട്ടികളും. പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണ നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മേഖലയാണിത്. കുടുംബത്തിലെ അംഗങ്ങളുടെ ക്രമാതീതമായ എണ്ണമാണ് ദാരിദ്ര്യത്തിന്റെ ഒരു പ്രധാന ഹേതു. കുന്നും മലകളും താണ്ടി ദുർഘട പാതയിലൂടെ കഴുതകൾ വെള്ളവുമായി ഓരോ ഗ്രാമത്തിലേക്കും പോകുന്നു. വേറൊരു ഭാഗത്ത് ആടുകളുമായി ഗ്രാമീണർ ഇറങ്ങിക്കഴിഞ്ഞു. കോലാടിനെയാണ് ഇവിടുത്തുകാർ വളർത്തുന്നത്. രുചിയേറിയ മാംസമാണ് കോലാടിൻ്റേത്. പട്ടണങ്ങളിലേക്ക് മാംസത്തിനാവശ്യമായ ആടിനെ നൽകുന്നത് ഇത്തരം ഗ്രാമങ്ങളിലുള്ളവരാണ്. ആട്ടിൻപാലും അതുകൊണ്ടുണ്ടാക്കുന്ന തൈരും ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. ഈ മേഖലയിലെ അഫാർ ഗോത്രക്കാരുടെ പ്രധാന വരുമാനമാർഗമാണ് ആടുവളർത്തൽ. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീകൾ. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ തീവ്രത അവരുടെ വേഷത്തിലും രൂപത്തിലുമെല്ലാം ദൃശ്യമാണ്. പട്ടണത്തിലെ വൻകിടക്കാർ നിശ്ചിത പ്രതിഫലം നൽകി ആടുകളെ നോക്കാനുള്ള ചുമതല ഗ്രാമീണർക്ക് നൽകുന്ന പതിവുമുണ്ടിപ്പോൾ. ഞങ്ങൾ യാത്ര തുടർന്നു. നേരെ മുന്നിൽ ആ കുന്നിൻ മുകളിൽ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാമ്പ്. ഒരു രാത്രി മാത്രം തങ്ങാൻ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം. പിറ്റേന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് അവർ യാത്ര തുടരും. മരുഭൂമികളിലെ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യം അത്തരം ക്യാമ്പുകളാണ്. ക്യാമ്പിന്റെ പാർക്കിംഗിലേക്ക് വണ്ടിയെത്തി. മറ്റു ടൂറിസ്റ്റുകൾ മിക്കവരും നേരത്തെ തന്നെ തിരികെ എത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ നല്ല തിരക്കാണ്. കുറച്ചുനേരം കാത്തു നിൽക്കണം അവിടേക്ക് പോകണമെങ്കിൽ. മറ്റു പലരും കൂടാരത്തിനുള്ളിൽ വസ്ത്രം മാറുകയും മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയുമൊക്കെയാണ്. ഫ്രഷാവലിന്റെ പരാക്രമങ്ങളാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന് മുന്നിലെ കാഴ്ച. ചിലർ മിനറൽ വാട്ടറുമായാണ് പല്ലു തേക്കാൻ പോകുന്നത്. ടോയ്ലറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. 8,000 രൂപ ഒരു രാത്രിക്ക് വാടക നൽകുന്ന സ്ഥലത്താണ് ഈ വെള്ളക്ഷാമവും ടോയ്ലറ്റിന് മുന്നിലെ ക്യൂവുമെല്ലാം. ഒരു സംഘം ആളുകൾ ഇവിടെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ സംഘത്തിലാവട്ടെ സുരേഷ് മാത്രമേ എത്തിയിട്ടുള്ളൂ. മറ്റുള്ളവർ റെഡിയാവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ചെന്നാൽ ഉടനെ വിഭവങ്ങൾ വിളമ്പിത്തരും. ഇദ്രിസ് ഒരു കാരണവരെ പോലെ ഇവിടെയുണ്ട്. ഗ്ലാസും സ്പൂണുമൊക്കെ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് തരുന്നു. മറ്റുള്ള ടൂറിസ്റ്റുകൾ പല ബാച്ചുകളായി വന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് പ്രഭാത ഭക്ഷണം. നമ്മുടെ പൂരി പോലുള്ള ഒരു സംഗതി. അതേ രുചി. എണ്ണയിൽ മുരിച്ചെടുത്തതാണ്. കട്ടൻ കാപ്പിയും യഥേഷ്ടം. ബ്രെഡ്, ജാം, മുട്ട പുഴുങ്ങിയത് തുടങ്ങിയവയെല്ലാം ഉണ്ട് പ്രാതലിന്. മമാക്കി നിർവികാരനായി കാത്തുനിൽക്കുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. സായിപ്പുമാരിൽ ചിലർ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് പല്ലു തേക്കുന്ന കാര്യം ആലോചിക്കുന്നത്. കുശിനിക്ക് മുന്നിൽ നിന്ന് തന്നെയാണ് പല്ലുതേപ്പ്. ചിലർ പ്രകൃതിയെ ആസ്വദിക്കുന്നു. ഇത്തരം ക്യാമ്പുകളിലെ രാവിലത്തെ ജീവിതം കണ്ടിരിക്കുക രസമാണ്. ഇദ്രിസ് തിരക്കു പിടിച്ചങ്ങനെ നടക്കുന്നു. എല്ലാവരെയും ഒന്ന് ഉഷാറാക്കുകയാണ് അയാൾ. മമാക്കി സ്ലോ മോഷനിലാണ്. ചില ടീമുകൾ യാത്ര പുറപ്പെടാനായി ലഗേജ് വാഹനത്തിൽ കയറ്റി തുടങ്ങിയിരിക്കുന്നു. രാവിലെ 9:30 ആവുമ്പോഴേക്കും ടൂറിസ്റ്റുകളെല്ലാം സ്ഥലം വിടും. ഇദ്രിസും ബിനോയിയും ജോസിയുമെല്ലാം റെഡിയായി കഴിഞ്ഞു. വാഹനത്തിലേക്ക് നടന്നു. പ്രഭാത കാഴ്ചകളാണ് ഇതെല്ലാം. ഒരു രാത്രി ഒരുമിച്ചു കഴിഞ്ഞ എല്ലാവരും വിട പറയുന്ന നേരം. ഇവനാണ് ക്യാമ്പിലെ കെയർടേക്കർ. അടുക്കളയിലേക്ക് ആവശ്യമായ വെള്ളമെടുക്കാനുള്ള പോക്കാണ്. ക്യാമ്പിലേക്കുള്ള കുടിവെള്ളം ചുമക്കുന്ന കഴുതകളുമായി ഒരു പയ്യൻ വരുന്നു. ഇവിടേക്കും വെള്ളം ഇങ്ങനെ വേണം കൊണ്ടുവരാൻ. പകൽ സമയത്തെപ്പോഴോ വെള്ളവുമായി ഒരു ടാങ്കറും വരും. ടോയ്ലറ്റിലേക്കും മറ്റുമുള്ള വെള്ളമായിരിക്കും അത്. ഞങ്ങളും യാത്ര പറയുകയാണ്. പാർക്കിങ്ങിൽ നിന്നും സുരേഷ് വണ്ടിയെടുത്തു വന്നു. ഈ മരുക്കുന്നിൽ ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങിയതാണ്. ഇനി ഒരിക്കലും വരാനിടയില്ലാത്ത ഒരു പ്രദേശം.
ഇങ്ങനെ എത്രയെത്ര പ്രദേശങ്ങളിൽ ഞാൻ കിടന്നുറങ്ങിയിരിക്കുന്നു. ക്യാമ്പിനെ പിന്നിലാക്കി യാത്ര തുടർന്നു. ലാവക്കല്ലുകൾ ചിതറിക്കിടക്കുന്ന കുന്നിറങ്ങി മൈതാനത്തേക്കെത്തി. ഇനി ഈ മൈതാനത്തുകൂടി ദീർഘയാത്രയാണ്. ആദ്യം ദിഖിൽ എന്ന പട്ടണത്തിൽ തിരിച്ചെത്തണം. തുടർന്ന് ലേക്ക് അസൽ എന്ന തടാക തീരത്തേക്കാണ് യാത്ര. ആർത്ത എന്ന മലമുകളിലാണ് ഇന്നു രാത്രി ക്യാമ്പ് ചെയ്യുക. അതിദീർഘമായ യാത്ര. ഞാൻ പുറത്തെ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിച്ചുവച്ചിരുന്നു.